ചില ആൾ കരയും, ഉമ്മ മരിച്ചിട്ടാകുമ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എന്നിട്ട് കരയും. ഹയാത്ത് കാലത്തിട്ട് ഒരു 100 ഊറി വിളിച്ചപ്പോൾ ഉമ്മാക്ക് ഉത്തരം നൽകിയിട്ടില്ല, ഉപ്പാക്ക് ഉത്തരം നൽകിയിട്ടില്ല അല്ലേ. 40ൻ്റെ അന്ന് പായസാക്കും, ഉപ്പാക്ക് പായസം ഇഷ്ടമെന്ന്. ഹയാത്ത് കാലത്തൊരു പായസാക്കിയിട്ട് കൊടുത്തിന്, അയാൾക്ക് കൊടുത്തിട്ടില്ല. ഉപ്പ ഹയാത്തിലുണ്ടാകുമ്പോൾ പായസം കൊടുത്തിട്ടില്ല. അയാൾക്ക് ആശ ഉണ്ടായി കുറച്ച് ലൈറ്റ് ഷുഗർ ആങ്കിട്ടിട്ട് കൊടുക്കാൻ. വേണ്ട ഉപ്പാക്ക് അതാന്നില്ല എന്ന്. അയാൾക്ക് 110 കയറുന്നു. ഈ മംഗളത്തിൻ്റെ അടുത്ത് ബണ്ണ കിട്ടുന്ന പായസത്തിന് ഒരു കുടിക്കാൻ അളക്കുന്നില്ലല്ലേ അല്ല. എപ്പെങ്കിലും ഒരാശ അങ്ങനെ പോയങ്ങ് പോട്ട് ആയുസ് തീരുവ മരിക്കുന്നില്ലേ അല്ല, അങ്ങനെയല്ലേ. നമ്മൾ കൂടുതലായി ഉപ്പാനെ ഉമ്മാനെ കൺട്രോൾ ചെയ്യാനും പാടില്ല. അവർക്ക് സ്നേഹം കൊടുക്കുക, ദ്വാരക്കുക. ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങൾ എത്ര ദ്വാരക്കുന്ന് അത്ര റഹ്മത്തും ബറക്കത്തും അല്ലാഹു ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും പൊരുത്തുണ്ടെങ്കിൽ അള്ളാൻ്റെ പൊരുത്തുണ്ട്. ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങളോട് ബേജാറുണ്ട്, വിഷമമുണ്ട്, സങ്കടമുണ്ട്. എന്നാൽ അള്ളാഹ്ക്ക് നിങ്ങളോട് സങ്കടമുണ്ട്, ബേജാറുണ്ട്. റബ്ബ് നിങ്ങളോട് കോപത്തിലാണ്. ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങൾ ചെയ്യുന്ന നിയമത്ത് പോലെ ഒരു നിയമത്തും ലോകത്തില്ല. അതറിയണമെങ്കിൽ ഉമ്മ മരിക്കണം, ഉപ്പ മരിക്കണം. മരിച്ച പിന്നെ യാ റബ്ബേ ഉമ്മ ഉണ്ടായിനെങ്കാവട്ടി, ഉപ്പ ഉണ്ടായിനെങ്കാവട്ടി എന്നൊക്കെയുള്ള തോന്നൽ വരും. അതുകൊണ്ടൊരു കാര്യവുമില്ല. ഹയാത്ത് കാലത്ത് ഉമ്മാനെ ഉപ്പാനല്ലോ അല്ലേ. സക്കറാത്ത് ഭരിക്കുമ്പോൾ മക്ക വരുന്ന പാഞ്ഞുകൊണ്ടു ഉപ്പാക്ക് ബായിക്ക് വെള്ളം ഒഴിക്കാൻ. വീടുണ്ടോ, കൊന്തൂറിലുണ്ട് അങ്ങനെ മരിക്കാൻ കിടക്കുന്നവരെ ബായിക്ക് വെള്ളം ഒഴിക്കുന്നത് ഇല്ലേ? മരിക്കാൻ കിടന്നവർക്കും വെള്ളം കൊടുക്കുകയല്ലേ? കൊടുക്കയില്ല. സക്കറാത്തിൽ കിടക്കുന്നതൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയല്ലേ? കൊടുക്കുന്നില്ലേ? കൊടുക്കുന്നു. ഞാൻ കേട്ടത് കൊന്തൂർ നല്ല നാട്ടുകാരനാണ് ഉസ്താദ് എപ്പോഴും പറയല്. മരിക്കാൻ കിടക്കുന്നതാക്കും വെള്ളം കൊടുക്കണം, ഹയാത്തുള്ളാക്കും വെള്ളം കൊടുക്കണം. അപ്പോൾ മരിക്കാൻ ആ സമയത്തുണ്ട് ഓരോരുത്തൻ വന്നിട്ട് പാഞ്ഞുകൊണ്ട് വന്നിട്ട് ഒഴിക്കുന്നത് അല്ലേ. ഒരുത്തൻ തേന്, ഒരുത്തൻ സംസമു, ഒരുത്തൻ തണ്ണി, ഉപ്പാക്ക് ഇഷ്ടം എന്നിട്ട് എല്ലാം ഒഴിക്കുന്നത്. അപ്പോൾ ഇടക്കുരത്തിൽ പോയപ്പോൾ ബായിൽ വെളുത്തിട്ട് വന്നോണ്ടോ ഒരുത്തൻ ചൊല്ലി ഇത് വതളെ വന്നോണ്ട് അയാൾ ഉറങ്ങിനായിട്ടിരിക്കണമെന്ന്, മരിച്ചിട്ടിരിക്കല്ലാന്ന്. മരിച്ചല്ലേ ഈ സക്കറാത്തിനാകുമ്പോൾ ഈ മാതിരി മക്ക എല്ലാം കൊടുത്തിട്ട് ഒഴിച്ചങ്ങ് പോകുന്ന അവിടെ തൊണ്ടയിലെ കീയണ്ടേ തായോട്ട് സക്കറാത്തിൻ്റെ നമ്പലത്തിൽ. അപ്പോൾ ഒഴിച്ചത് കൊണ്ടായില്ല. ഹയാത്തുണ്ടാക്കുന്ന ഉമ്മക്ക് ഉപ്പക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. അത് സ്വന്തം ഉമ്മാക്കും ഉപ്പാക്കും അങ്ങനെയാണ്, ഭർത്താവിൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും അങ്ങനെയാണ്. ഉമ്മാവും മക്കളും ശ്രദ്ധിക്കണം, ഉമ്മാരും ശ്രദ്ധിക്കണം. വയസ്സുള്ള ഉമ്മാരെല്ലാം ഉണ്ടാവും. സ്വന്തം മക്കളോട് യാറ പിരിസ, മോൻ്റെ ഓളോട് അത്ര കണ്ടങ്ങാന്നില്ല. മോൻ്റെ ഓള് ഗർഭിണിയായെങ്കിൽ നീ മാത്രയാ ഒന്ന് പെറ്റിന് അല്ലേ, നിക്ക് മാത്രമ്മ നങ്ങായിട്ടില്ലേ 8 പെത്തിട്ടില്ലേ അല്ലേ, ഇങ്ങനെ പറയുന്നു. മോള് ഗർഭിണിയായെങ്കിൽ നീ